ഒരു സിമ്പിൾ തിലാപ്പിയ കറി എങ്ങനെ വെക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് ഉലുവ പൊട്ടി വന്നതിന് ശേഷം കുറച്ചധികം വെളുത്തുള്ളി ചതച്ചതും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും ആഡ് ചെയ്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു വലിയ സവാളയുടെ ഹാഫ് നേരിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുക. സവാളയേക്കാളും ബെസ്റ്റ് ഒരു പിടി ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർക്കുന്നതാണ്. സവാള വഴന്ന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഈ സമയം നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള തിലാപ്പിയ ഫിഷ് കഴുകി കറിക്ക് അനുയോജ്യമായ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഉള്ളി വഴന്നതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഫിഷ് മസാല പൗഡറും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പൊടികൾ ഇടുന്ന സമയം ഫ്ലെയിം ഏറ്റവും ലോയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്ക് നമ്മൾ അതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും നേരിയ രീതിയിൽ കട്ട് ചെയ്തതും കുറച്ച് കറി ലീവ്സും ചേർക്കുക. തക്കാളി നന്നായി വഴന്നതിന് ശേഷം അതിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളവും പുളിയും ചേർക്കുക. ഞാനിവിടെ കുടംപുളിയാണ് ചേർത്തിട്ടുള്ളത്, 2 കുടംപുളിയാണ് ചേർത്തിട്ടുള്ളത്. കറിക്ക് ആവശ്യമായ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. കറി നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ സമയം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. കറി നന്നായി തിളച്ച് വന്നതിന് ശേഷം പുളി കറിയിൽ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്യുക. പാകമായ പുളിയായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് കയ്യിൽ കൊണ്ട് ഇളക്കാതെ പകരം മൺചട്ടിയുടെ 2 വശവും പിടിച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിക്കുമ്പോഴേക്കും കറിയും ഫിഷിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാവും. ഈ സമയം ഫിഷ് നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒരല്പവും കുറച്ച് കറിവേപ്പിലയും ഇട്ടാൽ, ഞാനിവിടെ കറിവേപ്പില ഇട്ടിട്ടില്ല, പക്ഷേ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയായ തിലാപ്പിയ ഫിഷ് കറി റെഡി.